നമസ്കാരം ശ്രോതാക്കളെ, സിനിമാ കാഴ്ചകൾ എന്ന നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയകുമാർ ബ്ലാത്തൂരിന്റെ തേൻ എന്ന പാഠത്തെക്കുറിച്ചാണ്. ഇത് ബാൽ എന്ന ടർക്കി സിനിമയുടെ ഒരു നിരൂപണമാണ്. എന്നോടൊപ്പം ഇന്നിവിടെയുള്ളത് ചലച്ചിത്ര നിരൂപകനായ ശ്രീ രഞ്ജിത്ത് ആണ്. സ്വാഗതം രഞ്ജിത്ത്. നന്ദി. അപ്പോൾ രഞ്ജിത്ത്, ബാൽ എന്ന സിനിമയുടെ ഈ നിരൂപണം ശരിക്കും ഹൃദയസ്പർശിയായ ഒന്നാണ്. ആദ്യം ഈ സിനിമയുടെ പ്രധാന കഥാതന്തു എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. ബാൾ ഒരു 6 വയസ്സുകാരനായ യൂസഫ് എന്ന കുട്ടിയുടെ കഥയാണ്. കാട്ടിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. അച്ഛൻ യാക്കൂബ് കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ചാണ് ജീവിക്കുന്നത്. യൂസഫിന് വിക്കുള്ളതുകൊണ്ട് അവൻ അധികം സംസാരിക്കാറില്ല. അവന്റെ ലോകം അവന്റെ അച്ഛനാണ്. അച്ഛനുമായി അവൻ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം പങ്കിടുന്നുണ്ട്. ഒരു ദിവസം തേൻ തേടിപ്പോയ അച്ഛൻ തിരിച്ചു വരാത്തതും അതിനെ തുടർന്നുണ്ടാകുന്ന അവന്റെ ജീവിതത്തിലെ മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ കാതൽ. വളരെ ലളിതമായി പറഞ്ഞു. സിനിമ തുടങ്ങുന്നത് തന്നെ യാക്കൂബ് തേൻ തേടി കാട്ടിലൂടെ നടന്നു വരുന്ന രംഗത്തിലാണ്. ആ ദൃശ്യം എങ്ങനെയാണ് സിനിമയ്ക്കൊരു തുടക്കം നൽകുന്നത്? ആ രംഗം സിനിമയുടെ ടോൺ സെറ്റ് ചെയ്യുന്നതിൽ നിർണായകമാണ്. വന്യമായ നിശബ്ദതയും പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയും പ്രേക്ഷകരിൽ ഒരുതരം ആകാംക്ഷയും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. യാക്കൂബ് മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതും ദൃശ്യം ഇരുട്ടിലേക്ക് മറയുന്നതും ഒരു സൂചന നൽകുകയാണ് വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്. ഇത് വളരെ ശക്തമായൊരു തുടക്കമാണ്. സിനിമാ നിരൂപണത്തിൽ യൂസഫ് സ്വപ്നം കാണുന്നതും അത് അച്ഛനോട് മന്ത്രിക്കുന്നതുമെല്ലാം വളരെ ഹൃദയഹാരിയാണ്. അവന്റെ സംസാരത്തിലെ ബുദ്ധിമുട്ടും അച്ഛനുമായുള്ള അടുപ്പവും എങ്ങനെയാണ് സിനിമയിൽ കാണിക്കുന്നത്? യൂസഫിന് വിക്കുള്ളതുകൊണ്ട് അവൻ വളരെ അന്തർമുഖനാണ്. ക്ലാസ്സിൽ ഉറക്ക വായിക്കാൻ അവന് കഴിയില്ല. എന്നാൽ അവന്റെ അച്ഛൻ അവനുമായി സംവദിക്കാൻ ഒരു വഴി കണ്ടെത്തുന്നു. പതിയെ മന്ത്രിക്കുന്നത് പോലെ സംസാരിക്കുക. ഈ ലോകത്തിൽ അച്ഛൻ മാത്രമാണ് അവനെ ശരിക്കും മനസ്സിലാക്കുന്നത്. അമ്മയോട് പോലും അവൻ അധികം സംസാരിക്കുന്നില്ല. ഈ നേർത്ത സംഭാഷണങ്ങളും അച്ഛനോടൊത്തുള്ള യാത്രകളും അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. അത് കാഴ്ചക്കാർക്ക് അവരുടെ അടുപ്പം ശരിക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. സ്കൂളിൽ യൂസഫിന് കൂട്ടുകാരില്ലെന്നും അവൻ ഒറ്റയ്ക്കാണെന്നും കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവന്റെ സംസാരത്തിലെ ബുദ്ധിമുട്ട് കാരണം അവൻ മറ്റു കുട്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ബാഡ്ജുകൾ ഇട്ടുവെച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് അവൻ നോക്കുന്നത് തനിക്കൊരിക്കലും അത് നേടാൻ കഴിയില്ല എന്ന നിരാശയോടെയാണ്. ഒറ്റപ്പെടലിന്റെയും നിസ്സഹായതയുടെയും ഒരു ചിത്രം അവിടെ വരച്ചു കാട്ടുന്നുണ്ട്. അവൻ സാധാരണ കുട്ടികളെ പോലെ കളിക്കാതെ ജനലിനടുത്തിരുന്ന് സ്വപ്നം കാണുന്നതും ആ ഒറ്റപ്പെടലിന്റെ ഭാഗമാണ്. അച്ഛനും മകനും തമ്മിലുള്ള ആ അടുപ്പം സിനിമയിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ആ പായ്വഞ്ചിയുടെ കഥ അതിൽ എത്രത്തോളം പ്രധാനമാണ്? അച്ഛൻ യൂസഫിനു വേണ്ടി ഒരു പായ്വഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. അത് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ്. ആ വഞ്ചി അച്ഛനോടുള്ള അവന്റെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. അത് മറ്റൊരാൾക്ക് കൊടുത്തപ്പോൾ അവൻ കാണിക്കുന്ന ദേഷ്യം അച്ഛനോടുള്ള അവന്റെ ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെയാണ് കാണിക്കുന്നത്. പിന്നീടത് അച്ഛന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ഹംദിയോട് കാണിച്ച ദേഷ്യത്തിൽ അവൻ ഖേദിക്കുന്നുമുണ്ട്. ഈ ഒരു സംഭവം യൂസഫിന്റെ നിഷ്കളങ്കമായ ലോകത്തെയും അവൻ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നതെയും വ്യക്തമാക്കുന്നു. സിനിമയിൽ പശ്ചാത്തല സംഗീതം ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. അതെങ്ങനെയാണ് സിനിമയുടെ ആസ്വാദനത്തെ സ്വാധീനിക്കുന്നത്? ഈ സിനിമയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് കൃത്രിമ സംഗീതത്തിന്റെ അഭാവം. കാടിന്റെ മർമ്മരവും പക്ഷികളുടെ ശബ്ദവും മാത്രമാണ് പശ്ചാത്തലത്തിലുള്ളത്. ഇത് സിനിമയ്ക്കൊരു സ്വാഭാവികത നൽകുന്നു. യാതൊരുവിധ കെട്ടുകാഴ്ചകളും ഇല്ലാതെ ശുദ്ധമായ ദൃശ്യങ്ങളിലൂടെയാണ് സംവിധായകൻ കഥ പറയുന്നത്. ഇത് പ്രേക്ഷകരെ സ്വന്തമായി ചിന്തിക്കാനും അനുഭവിക്കാനും പ്രേരിപ്പിക്കുന്നു. പ്രകൃതിയുടെ താളവും നിശബ്ദതയുടെ സംഗീതവുമാണ് ഈ സിനിമയെ ഒരു അതീന്ദ്രിയ തലത്തിലേക്ക് ഉയർത്തുന്നത്. യാക്കൂബിന്റെ തിരോധാനവും യൂസഫിന്റെ കാത്തിരിപ്പും വളരെ വേദനയോടെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. യാക്കൂബിന്റെ അഭാവം യൂസഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അച്ഛൻ പോയതിനു ശേഷം യൂസഫ് ഒറ്റപ്പെട്ടു പോകുന്നു. അവന് സംസാരിക്കാനും കളിക്കാനും ഉണ്ടായിരുന്നത് അച്ഛൻ മാത്രമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവൻ മടി കാണിക്കുന്നു. അച്ഛന്റെ തിരിച്ചുവരവിനായി അവൻ ഓരോ ശബ്ദത്തിലും കാതോർക്കുന്നു. ഈ ദിവസങ്ങളിൽ അമ്മ അവനെ നിർബന്ധിക്കാതിരുന്നിട്ടും അവൻ പാല് കുടിക്കുന്നത് അമ്മയുടെ വിഷമം മനസ്സിലാക്കിയാണ്. ഇത് അവന്റെ ഉള്ളിലെ സ്നേഹവും പക്വതയും കാണിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സ് വളരെ വികാരനിർഭരമാണ്. യാക്കൂബിന് അപകടം പറ്റിയെന്ന വിവരം യൂസഫ് അറിയുന്നതും അവൻ കാട്ടിലേക്ക് ഓടുന്നതും ഒടുവിൽ ചുരുണ്ടുറങ്ങുന്നതും അത് എങ്ങനെയാണ് ഈ സിനിമയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നത്? യാക്കൂബിന് അപകടം പറ്റിയെന്ന വിവരം അറിയാതെ യൂസഫ് സ്കൂളിൽ പോകുന്നതും സാധാരണ വായിക്കാൻ കഴിയാതിരുന്നിട്ടും അന്നവനത് സാധിക്കുന്നതും അതിനെല്ലാവരും കൈയടിക്കുന്നതും ഒരുതരം വിരോധാഭാസമാണ്. അവന് കിട്ടുന്ന അംഗീകാരത്തിന് അപ്പോൾ യാതൊരു പ്രാധാന്യവുമില്ലെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും.
അവൻ വീട്ടിലെത്തുമ്പോൾ ജനങ്ങളെ കാണുന്നതും അച്ഛൻ എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കി കാട്ടിലേക്ക് ഓടുന്നതും ഹൃദയം നുറുക്കുന്ന കാഴ്ചയാണ്. കാടിൻ്റെ വന്യതയിലും തണുപ്പിലും അവനൊരു മരത്തിൻ്റെ വേരുകൾക്കിടയിൽ ചുരുണ്ടുറങ്ങുന്നത് ഗർഭപാത്രത്തിലെന്ന പോലെ അവൻ്റെ നിസ്സഹായതയും പുതിയൊരു തുടക്കത്തിനുള്ള സാധ്യതയും ഒരുമിച്ച് കാണിക്കുന്നു. അവൻ്റെ ഒറ്റപ്പെടലും എന്നാൽ അതിജീവനത്തിനുള്ള അവൻ്റെ ശ്രമവും അത് സൂചിപ്പിക്കുന്നു. ഈ സിനിമയുടെ ഏറ്റവും ശക്തമായ ഭാഗം ഒരു ദൃശ്യത്തിലൂടെ യൂസഫിന്റെ ബാല്യ കൗതുകങ്ങളെയും നിഷ്കളങ്കതയും അടയാളപ്പെടുത്തുന്നതാണ് എന്ന് നിരൂപകർ പറയുന്നുണ്ട്. വെള്ളത്തൊട്ടിയിലെ ചന്ദ്രനെ കൈക്കുമ്പിളിൽ കോരാൻ ശ്രമിക്കുന്നതും അതിനെ ചുംബിക്കുന്നതുമെല്ലാം. അതിനെക്കുറിച്ച് പറയാമോ? ആ രംഗം ശരിക്കും അതിമനോഹരമാണ്. യൂസഫ് വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന ചന്ദ്രന്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരാൻ ശ്രമിക്കുന്നു. അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവനതിന് മുത്തമിടുന്നു. അവസാനം മുഖം പൂഴ്ത്തുന്നു. ഇത് അവൻ്റെ നിഷ്കളങ്കമായ ബാല്യകൗതുകങ്ങളെയും സ്വപ്നങ്ങളെയും നഷ്ടബോധങ്ങളെയും ഒരേ സമയം അടയാളപ്പെടുത്തുന്നു. പ്രകൃതിയോടുള്ള അവൻ്റെ ആത്മബന്ധവും ഇവിടെ ദൃശ്യമാണ്. അവനിലെ കവിത്വം നിറഞ്ഞ മനസ്സും ആ രംഗത്തിലൂടെ പ്രേക്ഷകൻ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമ ശുദ്ധ സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതിനർത്ഥം എന്താണ്? ബാൾ ഒരു ശുദ്ധ സിനിമയാണെന്ന് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യവും ലാളിത്യവും കൊണ്ടാണ്. യാതൊരുവിധ അനാവശ്യ കൂട്ടിച്ചേർക്കലുകളും ഇല്ലാത്ത പ്രകൃതിയോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം. കഥാപാത്രങ്ങൾ അധികം സംസാരിക്കുന്നില്ല. ക്യാമറ ഒരു കാഴ്ചക്കാരനെ പോലെ സംഭവങ്ങളെ പിന്തുടരുന്നു. ഇത് പ്രേക്ഷകരെ സ്വന്തമായി ചിന്തിക്കാനും അനുഭവിക്കാനും പ്രേരിപ്പിക്കുന്നു. പ്രകൃതിയുടെ താളവും നിശബ്ദതയുടെ സംഗീതവുമാണ് ഈ സിനിമയെ ഒരു അതീന്ദ്രിയ തലത്തിലേക്ക് ഉയർത്തുന്നത്. വളരെ മനോഹരമായി ഈ സിനിമയെയും നിരൂപണത്തെയും കുറിച്ച് പറഞ്ഞു തന്നു രഞ്ജിത്ത്. നമ്മുടെ കുട്ടികൾക്ക് ഈ സിനിമയും അതിലെ ആശയം ലളിതമായി മനസ്സിലാക്കാൻ അത് സഹായിക്കുമെന്ന് കരുതുന്നു. നന്ദി രഞ്ജിത്ത്. നന്ദി. ശ്രോതാക്കളെ, അടുത്ത ആഴ്ച മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. അതുവരെ ബൈ.